സിറിയയിലെ വിമതർക്ക് ഗസയിലെ ഹമാസിന്റെ അഭിനന്ദനം. കഴിഞ്ഞ കാലത്തെ മുറിവുകളിൽ നിന്ന് സിറിയൻ ജനത ഉയർത്തെഴുന്നേൽക്കണമെന്നും ഹമാസ് വാർത്താക്കുറിപ്പിൽ ആഹ്വാനം ചെയ്തു. എല്ലാ സിറിയൻ ജനവിഭാഗങ്ങളും ഒന്നിച്ചു നിൽക്കണം. ചരിത്രപരമായി പലസ്തീനും പലസ്തീന്റെ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പിനും സിറിയ നൽകിവരുന്ന പിന്തുണ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കുറിപ്പിൽ പറയുന്നു. അറബ് ഇസ്ലാമിക രാഷ്ട്രങ്ങൾക്കിടയിലും പ്രാദേശിക അന്താരാഷ്ട്ര തലത്തിലും സിറിയയ്ക്ക് നേതൃസ്ഥാനമുണ്ടെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇസ്ലാമിക ചെറുത്തുനിൽപ്പ് ഹമാസ് സിറിയൻ ജനതയ്ക്കൊപ്പം ഉറച്ചു നിൽക്കുകയാണ്. അവരുടെ ഇഷ്ടങ്ങളെയും സ്വാതന്ത്ര്യത്തെയും രാഷ്ട്രീയ തിരഞ്ഞെടുപ്പുകളെയും മാനിക്കുന്നു, ഹമാസ് പറയുന്നു. സിറിയ വിഷയത്തിൽ ഹമാസിന്റെ ആദ്യ പ്രതികരണമാണിത്. ഹമാസിന് ഉറച്ച പിന്തുണയാണ് അസദ് ഭരണകൂടം നൽകിയിരുന്നത്. 2000 മുതൽ ഹമാസ് നേതാക്കളിൽ പലരും കഴിഞ്ഞിരുന്നത് സിറിയയിലായിരുന്നു. എന്നാൽ 2011 ജനകീയ പ്രക്ഷോഭത്തെ തുടർന്നാണ് അസദ് ഭരണകൂടവും ഹമാസും തമ്മിൽ തെറ്റിയത്. പ്രക്ഷോഭത്തിൽ നിഷ്പക്ഷ നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത്. ഇതാണ് അസദ് ഭരണകൂടത്തെ ചൊടിപ്പിച്ചതും. തുടർന്ന് അസദ് സർക്കാരിനെ പരസ്യമായി പിന്തുണയ്ക്കണമെന്ന ആവശ്യമുയർന്നു. ഈ ആവശ്യം ഹമാസ് നേതാക്കൾ നിരസിച്ചു. തുടർന്ന് നേതാക്കൾ സിറിയ വിടുകയും ചെയ്തു. അതിനൊപ്പം ജനകീയ പ്രക്ഷോഭത്തിന് ഹമാസ് പരസ്യ പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. 2022 അഭിപ്രായ ഭിന്നതകൾ പരിഹരിച്ച് അസദ് ഭരണകൂടവുമായി ഹമാസ് വീണ്ടും സന്ധിയിലായി. പിന്നാലെ ഹമാസ് നേതാക്കൾ സിറിയൻ തലസ്ഥാനമായ ദമാസ്കസിലെത്തി അസദുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. 2023 വീണ്ടും ബന്ധമുലഞ്ഞു. സിറിയൻ ഭരണകൂടം സംഘടനയ്ക്കെതിരെ വഞ്ചന ആരോപണങ്ങൾ ഉയർത്തിയതായാണ് കാരണം. സിറിയൻ വിമത സംഘമായ HTS കഴിഞ്ഞ നവംബർ 27 ഇദ്ലിബിൽ നിന്ന് ആരംഭിച്ച സായുധ നീക്കത്തിൽ ഹമാസിന്റെ പ്രതികരണം എത്തിയിരുന്നില്ല. HTS തലസ്ഥാനം കീഴടക്കുകയും അസദ് രാജ്യം വിടുകയും ചെയ്തതോടെയാണ് പ്രതികരണവുമായി ഹമാസ് എത്തിയത്. മറ്റൊരു പലസ്തീൻ സംഘടനയായ ഇസ്ലാമിക് ജിഹാദും സിറിയയിലെ വിമതർക്ക് പിന്തുണയുമായി രംഗത്തുവന്നു. പലസ്തീൻ ജനതയ്ക്ക് അവരുടെ ലക്ഷ്യങ്ങൾക്കും സിറിയ നൽകുന്ന പിന്തുണ തുടരുമെന്നാണ് പ്രതീക്ഷയെന്നും ഇസ്ലാമിക് ജിഹാദ് പറഞ്ഞു. അതിനിടെ സിറിയയിൽ ഇസ്രയേൽ തുടർച്ചയായി ആക്രമണം നടത്തുകയാണ്. തിങ്കളാഴ്ച മാത്രം സിറിയയിൽ ഇസ്രയേൽ 250 വ്യോമാക്രമണങ്ങളാണ് നടത്തിയത്. സിറിയയുടെ സൈനിക ശേഷി നശിപ്പിക്കുകയാണ് ഇസ്രയേൽ ആക്രമണത്തിന്റെ ലക്ഷ്യമെന്നും റിപ്പോർട്ടുകൾ വന്നു. സിറിയയിലെ രാസായുധങ്ങൾ നിർമ്മിക്കുന്ന ഗവേഷണ കേന്ദ്രത്തിന് നേരെയും ആക്രമണമുണ്ടായി. രാസായുധ ശേഖരം സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണമെന്ന് UN കെമിക്കൽ വാച്ച് ഡോഗ് സിറിയയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സിറിയയിലെ രാസായുധ ശേഖരം സംബന്ധിച്ച വ്യക്തമായ വിവരം ലഭ്യമല്ല. എത്ര രാസായുധങ്ങൾ ഉണ്ടെന്നോ അതെവിടെയൊക്കെ സൂക്ഷിച്ചിരിക്കുന്നു എന്നും വ്യക്തമല്ല. എന്നാൽ സിറിയയിൽ രാസായുധ ശേഖരം സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ് കരുതുന്നത്. 2014 2018 ഇടയിൽ കുറഞ്ഞത് 106 തവണയെങ്കിലും സിറിയ ആഭ്യന്തര യുദ്ധത്തിൽ രാസായുധങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. സിറിയയിലെ സൈനികരഹിത ബഫർ സോണായ ഗോലാൻ കുന്നുകളിൽ ഇസ്രയേൽ സൈനികർ കടന്നു. ഇതിന്റെ ചിത്രങ്ങൾ ഇസ്രയേൽ സൈന്യം പുറത്തുവിട്ടു. പ്രദേശത്തിന്റെ നിയന്ത്രണം സൈന്യം താൽക്കാലികമായി പിടിച്ചെടുത്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രഖ്യാപിച്ചിരുന്നു. സിറിയയുടെ മിസൈൽ, വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ ആയുധങ്ങൾ ഇസ്രയേൽ സൈന്യം നശിപ്പിക്കുമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞു.